സ്നേഹം എന്ന് പറയുന്ന, ലവ് എന്ന് പറയുന്ന ആ വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ 4 പ്രധാനപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ വാക്കിനും എല്ലാം സ്നേഹമെന്ന് ഒറ്റടിക്ക് പറഞ്ഞാലും അതിൻ്റെ അർത്ഥ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ അർത്ഥവ്യത്യാസങ്ങൾ ഈ 4 വാക്കുകളിലുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വാക്ക് ഫിലിയ എന്ന വാക്കാണ്. എന്താണ്? ഫിലിയ, PHILIA, ഫിലിയ. എന്താണ് ഫിലിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം? ഫിലിയ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ സ്നേഹം എന്ന് നമുക്ക് സമമിട്ട് പറയാം. പക്ഷേ ഫിലിയ എന്ന ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ലവ് എന്നാണ്. അതായത് നമുക്കെല്ലാവർക്കും ഒരുപാട് കൂട്ടുകാരുണ്ട്, ഇല്ലേ? നമ്മുടെ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ അയൽവക്കത്തെ കുട്ടികൾ നമ്മുടെ സുഹൃത്തുക്കളായി മാറുന്നു. നമ്മൾ അംഗൻവാടി പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പന്ത് കളിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് സുഹൃത്ത് വലയം നമുക്ക് കിട്ടും. ആ സുഹൃത്ത് വലയം പിന്നെയും വർദ്ധിക്കും, വിപുലമാകും. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വീണ്ടും ഒരുപാട് കൂട്ടുകാരെയും കൂട്ടുകാരികളെയൊക്കെ നമുക്ക് ലഭിക്കും. പിന്നെയും കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ജോലിയൊക്കെ ലഭിക്കുമ്പോൾ പിന്നെയും വിപുലമായ സുഹൃത്ത് വലയം നമുക്കുണ്ടാവുകയാണ്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കില്ല, സുഹൃത്തുക്കളാണ് എങ്കിലും എല്ലാവരെയും നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. അവരോട് സ്നേഹമുണ്ടെങ്കിലും ഒരു പരിധിയുണ്ട്. എന്നാൽ ചില കൂട്ടുകാരോട്, ചില ഫ്രണ്ട്സിനോട് നമുക്ക് ആഴത്തിലുള്ളൊരു സ്നേഹം നമുക്കുണ്ടാവും. ഈ സ്നേഹത്തിൻ്റെ ആ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഒട്ടുമിക്ക കാര്യങ്ങളും അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാവും. എല്ലാ കൂട്ടുകാരോടല്ല, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മിത്രങ്ങളോട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയും. അപ്പോൾ എന്തുകൊണ്ട് ആ മിത്രം, ആ സുഹൃത്ത് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായി മാറി? നമ്മൾ ആ വ്യക്തിയുമായിട്ട് അടുത്തപ്പോൾ നമുക്ക് കൊള്ളാകുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. അങ്ങനെ ഒരു ബോധ്യമില്ലെങ്കിൽ നമ്മൾ പറയില്ല. ആ ബോധ്യം എന്നെ ചതിക്കില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റാരോട് പറഞ്ഞ് എന്നെ നാണം കെടുത്തില്ല, എനിക്ക് നല്ല ഉത്തരം തരും, എൻ്റെ നല്ല കാലത്തും എൻ്റെ ദുഃഖകാലത്തും എനിക്ക് വേണ്ടി എന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരാളെ മാത്രമാണ് നമ്മളെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് നമ്മൾ സ്വീകരിക്കുള്ളൂ. അല്ലാത്ത ഒരാളെയും നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുമെങ്കിലും അത് ഇൻറ്റിമസിയിലേക്ക് പോവില്ല. അങ്ങനെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഫിലിയ എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇതാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒന്നാമത്തെ വാക്ക്. നമ്മൾ ഒരു പഴഞ്ചൊല്ലി ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സുഹൃത്ത്
നമ്മുടെ പണം സ്നേഹിച്ച് നമ്മിൽ നിന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം കരസ്ഥമാക്കാനും കൂട്ടുകൂടി വരുന്ന ഒരാളാണെങ്കിൽ അയാൾ യഥാർത്ഥ സ്നേഹിതനല്ല. ഒരു യഥാർത്ഥ സ്നേഹിതൻ നമ്മുടെ ജീവിതത്തിനുള്ള നല്ലതും കുറവുമായ കാര്യങ്ങൾ സ്നേഹപൂർവം നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളായിരിക്കും. നമ്മുടെ സന്തോഷകാലത്ത് നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളും നമ്മുടെ സ്നേഹിതരല്ലെന്ന് നമ്മൾ ചിന്തിച്ചോളാം. കാരണം നമ്മുടെ സന്തോഷകാലത്ത് നമ്മുടെ പണം സ്നേഹിച്ച് കൂട്ടുകൂടി നടക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹിതരെ നമ്മൾ കണ്ടെത്തുക എങ്ങനെന്നറിയാമോ? നമുക്കൊരു കഷ്ടം, നമുക്കൊരു പ്രതികൂലം, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പണം എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നമ്മളാകുമ്പോൾ അപ്പോഴും അവൻ നമ്മുടെ കൂടെ നിൽക്കും. അതാണ് യഥാർത്ഥ സ്നേഹിതൻ. അല്ലാത്ത ഒരാളും യഥാർത്ഥ സ്നേഹിതന്മാരല്ല. അപ്പോൾ അങ്ങനൊരു സ്നേഹിതനുണ്ടെങ്കിൽ പിന്നെ ഒരു കണ്ണാടിയുടെ ആവശ്യമില്ല, കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല. അവൻ സ്നേഹത്തോടുകൂടെ പറഞ്ഞു തരും, എടാ ഇന്ന കുറവുകൾ നിനക്കുണ്ട്, ഇന്ന നന്മകൾ നിനക്കുണ്ട് എന്ന് സ്നേഹത്തോടുകൂടെ പറഞ്ഞ് നമ്മളെ തിരുത്തി നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ഫിലിയ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഈ വാക്ക് വിവക്ഷിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് സ്റ്റോർഗെ എന്നൊരു വാക്കാണ്. ഗ്രീക്കിലുള്ള സ്നേഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് സ്റ്റോർഗെ. സ്റ്റോർഗെ എന്ന് പറഞ്ഞാൽ STORGE, സ്റ്റോർഗെ. എന്താണ് സ്റ്റോർഗെ എന്ന വാക്കിന്റെ അർത്ഥം? ഫാമിലിയിൽ ലവ് എന്നാണ്. കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയാണ് സ്റ്റോർഗെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട്? നമ്മുടെ കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അല്ലേ? പിന്നെ ആ കുടുംബം വിപുലമാവും. സഹോദരന്മാരുടെ കുടുംബം, സഹോദരിമാരുടെ കുടുംബം, കസിൻസ് ബ്രദേഴ്സിൻ്റെ കുടുംബം, അങ്ങനെ ചിലപ്പോൾ ഒരു നല്ലൊരു കുടുംബ ശൃംഖലയുള്ള പല വീടുകളുമുണ്ട്. അവർ ചിലപ്പോൾ ആണ്ടിലൊക്കെ ഈ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ അവർ വെക്കും. ഇപ്പം എല്ലാവരും കൂടും. നല്ലൊരു അവധിക്കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർ വന്ന് ഒരുമിച്ച് 2-3 ദിവസം ചെലവഴിച്ച് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഗെയിമൊക്കെ കളിച്ച് നല്ല നല്ല സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. ഫോട്ടോ ഒക്കെ പിടിച്ച് നല്ല നൊസ്റ്റാൾജിയൊക്കെ ആയിട്ട് അവർ മടങ്ങിപ്പോകും. പിന്നെയും അവരൊരുമിച്ച് കൂടും. കാരണം അവർക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് കൂടാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും ഈ സ്നേഹം കാണാൻ കഴിയില്ല. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഞാൻ പലരോട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അവർ പറയുന്ന ഇപ്രകാരമാണ്: പാസ്റ്ററെ, കുടുംബത്തിലുള്ളവരെക്കാളും നല്ലത് അന്യരാണ്. പല പാസ്റ്റർമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിലുള്ളവരെക്കാളും കുടുംബ ശൃംഖലയിൽപ്പെട്ട ആളുകളെക്കാളും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവര് നമ്മുടെ കുടുംബത്തിൽ പെടാത്തവരാണ്, പുറത്തുള്ളവരാണ്. കാരണം അവർക്ക് അങ്ങനതായ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും അവർ പറയുന്നത്. ഇന്ന് പല കുടുംബങ്ങളും നോക്കിയാൽ
ഇന്ന് അണുകുടുംബങ്ങളാണ്, ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉള്ളൂ. അവർ പോലും തമ്മിൽ പരസ്പര സ്നേഹമില്ലാത്ത പല വീടുകൾ നമുക്ക് കാണാം. എല്ലാവരും സ്വാർത്ഥരാവുകയാണ്, സ്വന്തം കാര്യം ചിന്താവ. പിന്നെ എന്തിനു കൂടുതലറിയാമോ? വല്ല കല്യാണം വരുമ്പോഴോ അല്ലെങ്കിൽ മരണം വരുമ്പോഴോ ഒന്നിച്ചു കൂടും. അല്ലെങ്കിൽ മിണ്ടുവില്ല, ഫോൺ വിളിക്കില്ല, സംസാരിക്കില്ല, വഴി കണ്ടാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെയുള്ള വീടുകളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നിറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബ ശൃംഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ചില കുടുംബങ്ങൾ ശ്രദ്ധിച്ചോ, അവര് സഹോദരങ്ങൾ തമ്മിൽ, ആ വീട്ടിലുള്ള മാതാപിതാക്കളും മക്കളും തമ്മിൽ ആഴമേറിയൊരു സ്നേഹമാണ് അവർക്ക്. ഒരു വ്യവസ്ഥകളുമില്ലാത്ത ഒരു ആഴമേറിയ സ്നേഹം നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരൊരിക്കലും എൻ്റേത് എൻ്റേതെന്ന് പറയില്ല. അവരെന്താ പറയുന്നറിയാമോ? നമ്മുടേത് 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 മാത്രമേ നമ്മുടെ എന്നാ പറയുള്ളൂ. എൻ്റെ എന്നവരൊരിക്കലും പറയില്ല. എൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോർഗെ എന്ന് പറയുന്ന സ്നേഹമല്ല, അത് സ്വാർത്ഥത നിറഞ്ഞ ഒരു സ്നേഹമാണ്. സ്റ്റോർഗെ എന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും നമ്മുടെ എന്നാണ് പറയുള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞാൽ, യേശുക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യന്മാരെ അവരെ പ്രാർത്ഥന ഒന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു മനോഹരമായ പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ എന്താണ്? ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞല്ല യേശു പ്രാർത്ഥന പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുന്നവരോട് ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ എന്ന് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് സ്റ്റോർഗെ. കുടുംബപരമായ, കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള ഉറ്റ സ്നേഹം, ആഴമേറിയ സ്നേഹം. ഭവനത്തിൽ ആരെല്ലാം ഉണ്ടോ, ചെറുതും വലുതുമായ, കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉണ്ടാകും, പണമുള്ളവരും പണമില്ലാത്തവരും ഉണ്ടാകും, സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരും ഉണ്ടാകും, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ അവര് ഒറ്റക്കെട്ടായിരിക്കും, ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമകളായിരിക്കും. ഇതിനെയാണ് സ്റ്റോർഗെ എന്ന് പറയുന്നത്. ഭൂരിപക്ഷം കുടുംബങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില കുടുംബങ്ങൾ മാതൃകയോടെ അവിടിവിടങ്ങളിൽ നാം നിലനിൽക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. നമ്മളും അങ്ങനെ ആകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ സ്നേഹത്തെക്കുറിച്ച് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു വാക്ക് ഇറോസ് എന്ന വാക്കാണ്. എന്താണ് ഇറോസ്? EROS. ഇറോസ്. ഇറോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിനും വളരെ വലിയൊരു അർത്ഥ വ്യത്യാസമുണ്ട്. ഇറോസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ, അവർ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഇറോസ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതിലെല്ലാം പെടും. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അവരുടെ മാനസികമായ, ശാരീരികമായ, ഇമോഷണലായ എല്ലാ ബന്ധങ്ങളും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഇറോസ്. ഇന്ന് നമ്മൾ നോക്കിയോ, നമ്മുടെ ഈ കേരളത്തിൽ പണ്ട് വിരലിലെണ്ണാവുന്ന വിവാഹമോചന കോടതികളാണ്, ഫാമിലി കോടതികളാണ് ഉണ്ടായിരുന്നത്. വിരലിലെണ്ണാവുന്നത്.
എന്നാൽ ഇന്ന് ജില്ലകളിൽ തന്നെ പല ഫാമിലി കോടതികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഈ ഫാമിലി കോടതി വന്നിരിക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാ. പണ്ട് ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ച അന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായും ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് തുലോം ചുരുക്കമായിരുന്നു, കുറവായിരുന്നു. ഇന്ന് നേരെ മറിച്ചാണ്. ഇന്ന് ഫാമിലി കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. വാദവും പ്രതിവാദവുമായിട്ട് നടക്കുകയാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ അവർ കുറച്ച് ആൾ ജീവിച്ചു, മക്കളൊക്കെ ആയി. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. പിന്നെ അടിപിടിയൊന്നുമില്ല, ചീത്ത വിളിക്കൂല്ല അവര്. ഈ ഭാര്യയും ഭർത്താവ് പറയുമോ, ഹലോ, ഏതായാലും നമ്മൾ ഇത്ര കാലമൊക്കെ ജീവിച്ചു, ഇപ്പൊ നമുക്ക് പൊരുത്തപ്പെടാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം. ഉടനെ രണ്ടുപേരും ഒപ്പിട്ട് എല്ലാ എഗ്രിമെന്റുകളും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവര് ഫാമിലി കോടതി കൊടുക്കുന്നു. കോടതി രണ്ടുപേരും ചോദിക്കുന്നു, എല്ലാം ഓക്കെ പിരിയാം. ഈ പിരിഞ്ഞ ശേഷവും എനിക്കറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് അവർ പിന്നെയും കണ്ടാൻ മിണ്ടും, നല്ല സ്നേഹമായിരിക്കും. ഇവർ ചിലപ്പോൾ വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എങ്കിലും ഇവർ തമ്മിൽ ഒരു വഴക്കുമില്ല. അവര് നല്ല ഫ്രണ്ട്സായിട്ട് അവര് ജീവിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഇന്ന് പല കുടുംബങ്ങളിൽ തകരുന്ന ഉള്ളി പൊളിച്ച കാര്യം പറഞ്ഞാണ്. അയാൾ എന്നെ അങ്ങനെ പറഞ്ഞു, ഇവൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് അത് ബഹളമായി. പിന്നെ അയൽവാക്കക്കാരറിയും, നാട്ടുകാരറിയും, ലോകം മുഴുവൻ അറിയും. അതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. നമ്മുടെ സംസ്കാരം അങ്ങനെയായി പോയി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇറോസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ അടിപിടി കൂടുന്നത്. അവർ തമ്മിൽ എന്തില്ല? ഇറോസ് എന്ന് പറയുന്ന സ്നേഹമില്ല. അവരുടെ ചിന്തകളും വികാരങ്ങളും അവരുടെ ശാരീരിക ആവശ്യങ്ങളും ആത്മിക ആവശ്യങ്ങളും തമ്മിൽ തുറന്നു പറയുവാനും പങ്കുവയ്ക്കുവാനും പരസ്പരം ബഹുമാനിക്കാനും കഴിയാത്തത് കൊണ്ട് ഇറോസ് നഷ്ടപ്പെടുകയാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസമായി, ബഹളമായി, ഒച്ചപ്പാടായി, പിന്നെ ആ കുടുംബം തകരുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. പണ്ടൊക്കെ പെന്തക്കോസ്ത് സഭകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറവായിരുന്നു. ഇപ്പൊ പെന്തക്കോസ്തിലും എന്തായി? പാസ്റ്റർമാരുടെ വിവാഹം മോചിക്കുന്നു, അവർ പിന്നെ കല്യാണം കഴിക്കുന്നു. മെമ്പേഴ്സും അങ്ങനെ തന്നെ. മിക്ക സഭകൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്തുകൊണ്ട്? വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന, ദൈവസഭയിലെ ആളുകളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഇടയിൽ, പാസ്റ്റർമാരെന്ന് പറയുന്ന ആളുകളുടെ ഇടയിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിനൊറ്റ ഉത്തരവുള്ളൂ, ഇറോസ് എവിടെ പോയി? ഇറോസ് പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം. നമ്മളിതൊക്കെ ചിന്തിക്കണം, നമുക്കിതൊക്കെ പഠിക്കണം. അല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു വാക്കുകൂടിയുണ്ട്, അതിൽ നിന്നും ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഗ്രീക്കിൽ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന നാലാമത്തെ വാക്ക് അഗാപ്പെ എന്ന വാക്കാണ്. നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? അഗാപ്പെ. ഈ അഗാപ്പെ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ദൈവസ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമെന്നാണ്.
ഒന്നിനു പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. അതാണ് അഗാപ്പെ. ഇന്ന് മറ്റുള്ള എല്ലാ സ്നേഹങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചേ. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും, നീ എന്നെ ബഹുമാനിച്ചാൽ ഞാൻ നിന്നെ ബഹുമാനിക്കും, നീ എന്നോട് മര്യാദക്ക് സംസാരിച്ചാൽ ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിക്കും, നീ മര്യാദ കെട്ട് എന്നോട് ഇടപെട്ടാൽ ഞാനും തിരിച്ചങ്ങനെ തന്നെ ഇടപെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു മനസ്സിലേക്കും ചിന്താഗതികളിലേക്കും ആളുകൾ ഇറങ്ങിപ്പോകുന്നത്? അവർക്ക് അഗാപ്പില്ല, ദൈവസ്നേഹമില്ല. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. പിതാവായ ദൈവം മാനവലോകത്തെ മുഴുവൻ നോക്കുമ്പോൾ ഈ മനുഷ്യർ മുഴുവൻ ആരാണ്? പാപികളായി തീർന്നിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹിയെ കൊല്ലണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിയമം. അപ്പൊ ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ കൊല്ലുക എന്നുള്ളതാണ് ദൈവത്തിന്റെ മുമ്പിലുള്ള ഏക വഴി. പക്ഷേ അതേ ദൈവം അതേ തൻ്റെ സൃഷ്ടികളെ അവിടെ പാപത്തിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മെ, ഈ മനുഷ്യരെ അൺകണ്ടീഷണലായി സ്നേഹിച്ചു. ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? തൻ്റെ ഏകജാതനായ പുത്രൻ ക്രിസ്തുയേശുവിനെ നമുക്ക് പകരം കാൽവരിയിൽ യാഗമായി കൊടുക്കുവാൻ പിതാവായ ദൈവം തയ്യാറായി. അതാണ് അൺകണ്ടീഷണൽ ലവ്. ഈ അഗാപ്പെ എന്ന് പറയുന്ന ആ കാൽവരി കുരിശിലെ സ്നേഹം, ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച സ്നേഹം, പിതാവായ ദൈവം തൻ്റെ ഓമനപുത്രനെ യാഗമായി കൊടുക്കുവാൻ തയ്യാറായ ആ സ്നേഹം, അഗാപ്പെ എന്ന് പറയുന്ന ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ശത്രുവിനെയും സ്നേഹിക്കാൻ പറ്റും. യേശു പഠിപ്പിച്ചല്ലോ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അവന് വിശക്കുന്നുവെങ്കിൽ അവന് ആഹാരം കൊടുക്കുവിൻ, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് വെള്ളം കൊടുക്കുവിൻ. അവൻ നിന്നോട് ദോഷം ചെയ്താലും നീ തിരിച്ചു ദോഷം ചെയ്യരുത്. അവൻ നിനക്ക് എതിരായി പ്രവർത്തിച്ചാലും നീ എതിരായി പ്രവർത്തിക്കരുത്. അങ്ങനെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ, അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അഗാപ്പെ നമുക്കുണ്ടാവണം. അഗാപ്പെ ഉണ്ടായാൽ നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്ന് ആൾക്കാരെ എങ്ങനെ സ്നേഹിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം സ്നേഹിക്കും, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കർത്താവായ യേശുക്രിസ്തു കുരിശിൽ കിടന്നപ്പോഴും താൻ പറഞ്ഞ ആ ദൈവസ്നേഹത്തിന്റെ പാഠങ്ങൾ താൻ പരിപൂർണമായും യേശുക്രിസ്തു പാലിച്ചു. ആ കുരിശിൽ അവസാന നിമിഷങ്ങളിൽ യേശു കിടക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് മനുഷ്യർക്ക് വേണ്ടി, തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനാണ് നമുക്ക് ക്രൂശിൽ കാണാൻ കഴിയുന്നത്. ആ പ്രാർത്ഥന, സ്നേഹത്തോടു കൂടിയുള്ള ആ പ്രാർത്ഥന കേട്ടപ്പോൾ
2 കള്ളന്മാരിൽ ഒരു കള്ളന് മാനസാന്തരം വന്നു. 2 പേരും യേശുവിനെ ദുഷിച്ചതാ, 2 പേരും യേശുവിനെ കുറ്റപ്പെടുത്തിയതാ. പക്ഷെ ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ ഒരുത്തൻ കുരിശിൽ കിടന്ന് മാനസാന്തരപ്പെട്ടു. അവൻ യേശുവിനോടുകൂടെ പർദീസിലേക്ക് പോയി. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ, യേശുവിൻ്റെ ആ മരണം കണ്ടപ്പോൾ, റോമൻ സൈന്യാധിപൻ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു, സത്യമെന്ന് പറഞ്ഞ് അയാൾ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അഗാപ്പെ, ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സഭയിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടെങ്കിൽ, മനുഷ്യർ തമ്മിലുണ്ടെങ്കിൽ, പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അഗാപ്പെ കൊണ്ട് നിറയപ്പെട്ട ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബമെങ്കിൽ പിന്നെ ആ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ പരസ്പര സ്നേഹത്തിൻ്റെ ഉടമകളായി ജീവിക്കും, ജീവൻ കൊടുത്തു സ്നേഹിക്കും. അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹത്തിന് ഒരു ഡെഫിനിഷനും കൂടി തരികയാണെങ്കിൽ ഇങ്ങനെയാണ്: യേശു തൻ്റെ ജീവനാണ് നമുക്ക് വേണ്ടി തന്നത്, മനുഷ്യർക്ക് വേണ്ടി തന്നത്. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറാവും. അതാണ് അഗാപ്പെ, അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ഇത് പൗലോസിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് മരണത്തിനോ ജീവനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ പട്ടിണിക്കോ ആപത്തിനോ നഗ്നതയ്ക്കോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞത്. പൗലോസിനുണ്ടായ പ്രതിസന്ധികൾ നമുക്ക് വല്ലതും ഉണ്ടായെങ്കിൽ നമ്മൾ വിശ്വാസവും വീട്ടിൽ പോയിരുന്നേനെ. പക്ഷെ പൗലോസ് പോയില്ല. കാരണം ആ ക്രിസ്തുവിലുള്ള ആ സ്നേഹം, അഗാപ്പെ എന്ന സ്നേഹം ആ മനുഷ്യൻ മനസ്സിലാക്കി, അദ്ദേഹം അറിഞ്ഞു. ആ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ തയ്യാറായി. ഇല്ലേ? നമ്മൾ ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ റോമൻ പൗരൻ എന്ന നിലയിൽ ഈ മനുഷ്യനെ ക്രൂശിച്ചു കൊല്ലാൻ പാടില്ല. റോമ പൗരന്മാരെ ക്രൂശിച്ചു കൊല്ലാൻ പാടില്ല, തലവെട്ടിക്കൊല്ലണമെന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലാൻ ഒരു ദിവസം നിശ്ചയിച്ചു, ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ആരാച്ചാര് അദ്ദേഹത്തിന് വാളിങ്ങനെ മൂർച്ച കൂട്ടും. അപ്പോൾ 10 ദിവസമാണ് ഉള്ളെങ്കിൽ ആദ്യ ദിവസം 10 പ്രാവശ്യം രാഗും. അപ്പോൾ ഈ മരിക്കാൻ പോകുന്ന ആ മനുഷ്യൻ ജയിലിൽ കിടന്നു, 10 ദിവസം ഉണ്ട് എനിക്ക്, എന്ത് കിട്ടിയാലും എത്ര ചിക്കൻ ബിരിയാണി കിട്ടിയാൽ പോലും കഴിക്കാൻ പറ്റുമോ? അടുത്ത ദിവസം 9 പ്രാവശ്യം രാഗം. അപ്പൊ ഇനി 9 ദിവസമുള്ളൂ. 8, 7, 6, 5, 4, 3, 2. ഇപ്പൊ രണ്ടാമത്തെ ദിവസം 2 രാഗമോ, ഇനി 1 ദിവസമുള്ളൂ. ലാസ്റ്റ് ദിവസം 1 പ്രാവശ്യം രാഗം. അന്ന് മരണമാണ്. ഇത് കേട്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാനൊരു യാഗമായി തീരാൻ പോകുന്നു എന്ന് പറഞ്ഞു. പാനീയാകെന്ന് പറഞ്ഞാൽ തൻ്റെ രക്തം വാർന്നൊലിച്ച് ഒരു പാനീയ യാഗമായി സുവിശേഷത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, ദൈവസ്നേഹത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി മരിക്കാൻ പോകുന്നുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഒരു സങ്കടം തോന്നിയില്ല, ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോയില്ല. അദ്ദേഹം ധൈര്യത്തോടുകൂടെ അദ്ദേഹം രക്തസാക്ഷി മരണത്തിലൂടെ തൻ്റെ തല ഛേദിച്ച് അദ്ദേഹത്തെ
റോമൻ ഭരണകൂടം കൊന്നുകളഞ്ഞുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇത് കൈവരിക്കുവാൻ, ഇത് സന്തോഷത്തോടെ നേടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിന് കാരണം എന്താണ്? അദ്ദേഹത്തിൽ അഗാപ്പി ഉണ്ടായിരുന്നു. നമുക്കും അഗാപ്പി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി മരിക്കാൻ കൂടി നമ്മൾ തയ്യാറാകും. ഇന്ന് പകൽക്കാലം ഈ തിരുവചനത്തിൻ്റെ മുൻപാകെ നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. 4 തരത്തിലുള്ള സ്നേഹം: ഫിലിയ, സ്റ്റോർഗെ, ഇറോസ് ആൻഡ് അഗാപ്പെ. മറ്റ് 3 സ്നേഹങ്ങളും നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. അതിനപ്പുറമായി അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം കൂടി ഉണ്ടെങ്കിൽ വളരെ വ്യത്യസ്തരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. നമ്മുടെ ആ ജീവിതം കണ്ട് പലരും ക്രിസ്തുവിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും. അതിലേക്ക് ഈ വചന ശുശ്രൂഷ നമ്മളെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.